ആം ആദ്മി പാർട്ടി എന്ന AAP വൈചാരികമായി കോൺഗ്രസ് വിരുദ്ധ പാർട്ടിയാണ്. അത് രൂപം കൊണ്ടത് കോൺഗ്രസ് വിരുദ്ധ പ്രസ്ഥാനമായി RSS പിന്തുണയോടെയാണ്. പ്രത്യയശാസ്ത്രപരമായി ആം ആദ്മി പാർട്ടിക്ക് BJPയോട് ഇതുകൊണ്ട് തന്നെ വിരോധമുണ്ടാകേണ്ട കാര്യമില്ല. ഇതിപ്പോൾ പറഞ്ഞു തരുന്നറിയാമോ? സന്ദീപ് വാര്യർ, KPCCയുടെ പുതിയ വക്താവ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ സന്ദീപ്, ഒരു സംശയം, ഇതേ ഡൽഹി അങ്ങനെയാണെങ്കിൽ BJPക്ക് AAPക്ക് തന്നെ വിട്ടുകൊടുത്തുകൂടായിരുന്നോ? അതുമാത്രമല്ല, പ്രചരണ സമയത്ത് ഇന്ത്യ മുഴുവൻ കേട്ടതാണ് നരേന്ദ്രമോദിയും കെജ്രിവാളും തമ്മിലുള്ള വാക്പോരുകൾ, കെജ്രിവാളിൻ്റെ ആരോപണങ്ങൾ, മോദിയുടെയും അമിത്ഷായുടെയും മറിച്ചുള്ള പരിഹാസം, അതിഷിക്കെതിരായ ഡൽഹി പോലീസിൻ്റെ കേസ്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ് ടീമുകൾ എവിടെ പോയിരുന്നു? രാഹുലും പ്രിയങ്കയും ഖാർഗെയും അവരിറങ്ങി BJPയും AAPയും ഒരുപോലെ മിക്സിയിലിട്ട് അടിച്ചതാണ്. എന്നിട്ടും സംപൂജിരായി എന്ന് മാത്രമല്ല, മത്സരിച്ചെടുത്തെല്ലാം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഇത് 2025 പുതിയ ട്രെൻഡാണെങ്കിൽ അത് സഹിക്കാമായിരുന്നു. BJP AAP മത്സരത്തിൽ പിന്തള്ളപ്പെട്ടാണെന്ന് പറയാമായിരുന്നു. എന്നാൽ ഇതൊന്നും രണ്ടുമല്ല, മൂന്നാം തവണയാണ് ഈ ഹാട്രിക് ഡക്ക് അടിക്കുന്നത്. നോക്കണം. 0 കിട്ടിയാൽ എന്ത്, മൂന്നാമതായി എത്തിയാൽ എന്ത്? കേരളത്തിൽ നിന്ന് അടിച്ചുവിടുന്നതിൽ K സുധാകരനെയും VD സതീശനെയും ഹസനെയും ഒക്കെ തോൽപ്പിച്ച് സന്ദീപ് വർമ്മ ഒന്നാമതെത്തി. എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് 2 തെരഞ്ഞെടുപ്പുകളായി ഡൽഹിയിൽ വിജയിച്ചിട്ടില്ല എന്ന് കരുതി ആം ആദ്മി പാർട്ടിയുടെ ജൂനിയർ പാർട്ട്ണറായി കെജ്രിവാളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് രാജ്യ തലസ്ഥാനത്ത് ഒതുങ്ങിക്കൂടാനല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി തിരിച്ചു വരാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തതെന്ന്. ഇത് സതീശനോ സുധാകരനോ ഒന്നും പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി പോലും പറഞ്ഞില്ല. പക്ഷേ സന്ദീപ് വാര്യർ കണ്ടെത്തി പറഞ്ഞു കഴിഞ്ഞു. ദേശീയ തലത്തിൽ ഇനിയും പറയുന്നുണ്ട്, ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ BJPക്കെതിരായി നിലകൊള്ളുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ച് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുമ്പോഴും രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളിലും പ്രവർത്തകരും വോട്ടുമുള്ള കോൺഗ്രസ് പാർട്ടി സ്വയം ശക്തിപ്പെടുക എന്നതും അനിവാര്യമാണെന്ന്. സ്വാതന്ത്ര്യത്തിന് മുമ്പേയുള്ള പാർട്ടിയാണ്, ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തന പദ്ധതി സുഖകരമെന്നും ആവില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്ന് സന്ദീപ് പറയുന്നു. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ മുന്നേറി രാജ്യത്തെ ജനാധിപത്യത്തെ കോൺഗ്രസ് വീണ്ടെടുക്കുക തന്നെ ചെയ്യുമെന്ന്. അതെ, പട്ടുമെത്ത വിരിച്ചു കൊടുത്തിട്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പിന്നോട്ട് തിരിഞ്ഞുള്ള പദയാത്ര രാജ്യം കണ്ടതാണ്. എന്നിട്ടാണ് ഈ വീരവാദമടി ഞങ്ങളിത് എത്ര കണ്ടതാണെന്ന്. കേൾക്കുന്നവർക്കുമുണ്ട് ഒരല്പം ഉളുപ്പ്. പ്രതിജ്ഞയ്ക്ക് ഒരു കുറവുമില്ല മൂപ്പർക്ക്, സന്ദീപ് വാര്യർക്ക്. K സുധാകരൻ അറിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ എടുത്ത് സേവാദളുകരെ ഏൽപ്പിക്കും. ഓരോ സ്മരണ ദിനത്തിലും ഇന്ദിരാഭവനിലും DCCകളിലും പ്രതിജ്ഞാ ഖണ്ഡികയായിട്ട് ചൊല്ലാൻ ആവശ്യപ്പെടും. എന്താണ്? കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് BJPക്കെതിരായ ദേശീയ ബദൽ നിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധമാണത്രേ. ഇന്ത്യയിലെ മതനിരപേക്ഷ വിശ്വാസികൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഏക പ്രസ്ഥാനം ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പരിപൂർണ ബോധ്യമുണ്ട്. ആർക്ക്? സന്ദീപ് വാര്യർക്ക് മാത്രം. ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് ചിലപ്പോൾ നടന്നേക്കാം, പക്ഷേ അണികൾ വിചാരിക്കണം. അടുത്തത്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയതിന് പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലൂടെയാണ്. BJPയെ തോൽപ്പിക്കാൻ അത്രയൊന്നും സമയം കോൺഗ്രസ് വേണ്ട. അതെ, 3 ടേമായി ഡൽഹിയിൽ മാത്രം. പിന്നെ അത്രയും സമയം കോൺഗ്രസ് വേണ്ട. എന്തിനാണ്? ഡൽഹിയിൽ എന്താണ് പറ്റിയതെന്ന് ഒന്ന് പരിശോധിക്കാൻ. അതെങ്ങനെ? തൊട്ടടുത്ത ഹരിയാനയിൽ എന്താണ് ഇത്തവണ BJP 2ാമത് തവണയും അധികാരത്തിൽ എത്തിച്ചതെന്ന് അതെങ്കിലും ഒന്ന് അന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇത്തവണ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ സ്റ്റാർ താരങ്ങളിൽ 1-2 ജയിച്ചു പോയത്. അങ്ങനെ ഇപ്പോൾ 1-2 പേർ മാത്രമേ നിയമസഭയിലേക്ക് എത്തണ്ട. ജയിക്കുന്നുണ്ടെങ്കിൽ 70 പേരും ഒന്നിച്ച്, തോൽക്കുന്നുണ്ടെങ്കിൽ 70 പേരും ഒന്നിച്ച്. അത് കൊള്ളാം. ഇതിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കോൺഗ്രസിന് അഭിമാനിക്കാൻ വകുപ്പുണ്ട്. ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരെ, 70 പേരും ഇതാ ഒരുമിച്ച് തോറ്റിരിക്കുന്നു, നിങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെ. ഇനി അടുത്ത സംസ്ഥാനത്ത് കാണാം. ഇതുമല്ല, ഇതിനേക്കാൾ അടിപൊളിയായി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.